ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇപ്പം ഇന്ന് പെരുന്നാളല്ലേ, അപ്പം എല്ലാവരും ഫുഡൊക്കെ റെഡിയായി. അപ്പം ഞാൻ എന്താ ഫുഡ് ഉണ്ടാകും, ബിരിയാണി ഉണ്ടാക്കാൻ എന്താ അതൊക്കെ ശരിയാക്കി വെച്ചിരിക്കണ്. ഇതാ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട്, സബോള ഇതാ അരിഞ്ഞ് വെച്ചിരിക്കണ്, മല്ലി ഇലയും പുതിനയും അരിഞ്ഞ് വെച്ച്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടിന് ഉണ്ടോ കേട്ടോ? അതാ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ അതൊക്കെ ചതക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലുണ്ട്. പിന്നെ ഇതാ ചിക്കൻ എന്താ പൊരിക്കണം കേട്ടോ. ഇല്ലേ, ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇതാ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കായിട്ട് കേട്ടോ അതാ പാത്രത്തിൽ. എന്താ പിന്നെ രാവിലേക്ക് പത്തിരിയും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ല, കുറച്ച് പിടിച്ച് ഉരുളയിലിട്ടേക്കാണ് കേട്ടോ. പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പത്തിരി ഇല്ലേ, ഇതവിടെ തേങ്ങാപ്പാൽ, പത്തിരിയിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ബിരിയാണി സബോളൊക്കെ വഴറ്റാൻ പോവാണ് കേട്ടോ. ഇതാ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് കേട്ടോ. എന്താ ചിക്കനൊക്കെ പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ സബോള വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സബോളൊക്കെ ഇതാ ഏകദേശം അങ്ങനെ വാടി വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇതാ വാടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു. ഒന്നുകൂടെ അങ്ങനെ 5 മിനിറ്റ് ഒന്നും ഇങ്ങനെ വെക്കാം. തക്കാളിയൊക്കെ വേഗം വാടിക്കോളൂ കേട്ടോ. ഇതാ രാവിലത്തെ ചായ കുടിക്കാൻ പോകണം കേട്ടോ. പെരുന്നാളല്ലേ, ഇപ്പം പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ പത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കേട്ടാ, തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതാ ബീഫ് കറി ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ. ഇതാ കറി. അപ്പം ചോറൊക്കെ അവിടെ റെഡി ആവേണ്ട കേട്ടോ. അടുപ്പമ്മലാണ്. അപ്പത്തേനും ചായ കുടിക്കാൻ വന്നതാണ്. ഇല്ലേ, നിങ്ങളൊക്കെ ചായ കുടിച്ചാൽ എല്ലാവരും. അപ്പോൾ സബോളൊക്കെ നല്ലോണം വഴറ്റിയത് ഞാനിതിൽ പൊടികളൊക്കെ ഇട്ടിട്ട് കേട്ടോ. പൊടികളിടുമ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല, എനിക്ക് ഒറ്റക്ക് അല്ലേ ഒരു കൈ കൊണ്ട് ഇടണ കാരണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇട്ട് അല്ലേ, ഇതാ അതിൽ തൈര് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. തൈര് മുറിച്ചോണ്ടേ അതാ തൈര് ഒഴിച്ച് കൊടുത്തു കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്തു. മല്ലിയെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ മല്ലിയില ഇട്ട് മസാല എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാം റെഡിയായി. ഇതിൻ്റെ മല്ലിയുടെയും മഞ്ഞളിൻ്റെ മസാല ഒക്കെ ഇട്ടതിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറിയാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇതിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മസാല ഒക്കെ റെഡിയായി. ഇനി വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. എന്തല്ലേ, അപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വെച്ച് അരി ഇതാ വെള്ളം തിളച്ചിട്ട് ഇതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിളക്ക് അരിയൊക്കെ ഇട്ട് ഇതാ അരി വെന്തതാ അരി ചോറതാ ഊറ്റുന്നു കേട്ടോ. ചോറ് ഇതാ ദമ്മിടണം കേട്ടോ. ഇതാ അങ്ങനെ ബിരിയാണിയുടെ പണിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. ദമ്മിട്ട്
ഇതാ പഴം ട്ടാ, ചോറിൽ പഴം വാങ്ങിച്ചതാ കേട്ടോ. ചക്ക വാങ്ങിയിട്ടില്ല, പഴമാണ് വാങ്ങിയത് കേട്ടോ.